അങ്ങനെ മോഹൻലാലിനെ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം മമ്മൂക്കയ്ക്ക് ഒരു ആഗ്രഹം സ്വന്തം വോയിസ് എന്ന് വേണമെന്നുള്ള. അപ്പോൾ കംപ്ലീറ്റ് ഈ ഡബ്ബിങ്ങിൻ്റെ ഉത്തരവാദിത്വവും ഫുൾ അറ്റൻഡ് ചെയ്തത് ഞാനാണ്. സന്ധ്യയ്ക്ക് ഉരിഞ്ഞ് പോവാണ് മോഹൻലാൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നിട്ട് മോഹൻലാലുമായിട്ടുള്ള ബന്ധം നല്ല സ്ട്രോങ് ആയി. ഇവർ മമ്മൂക്കയെ കൊണ്ട് ആദ്യമായിട്ട് ഡബ് ചെയ്യിച്ചത് ഞാനാണ്. അല്ലാതെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു കുറേ നാൾ വളർത്തിയത് നോക്കിയത് എൻ്റെ അമ്മയാണ്. മമ്മൂക്ക ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട്, ചെയ്യണോ, ഇപ്പം ചെയ്യും, പിന്നെന്ത് നമ്മളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ നസീർ സാറിനെ ഹീറോ ആക്ക്, ഞാൻ മോഹൻലാലൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 1977 മെരിലാൻഡിൽ പി സുബ്രഹ്മണ്യത്തോടൊപ്പം തുടക്കം, 79 ശ്രീകുമാരൻ തമ്പിയോടൊപ്പം, 82 PG വിശ്വംഭരനോടൊപ്പം, 84 സ്വതന്ത്ര സംവിധായകനായി ഇതാ ഇന്നു മുതൽ എന്ന ചലച്ചിത്രത്തിലൂടെ രംഗത്തെത്തി. 2024 DNA-യിൽ എത്തി നിൽക്കുന്നു ആ ജൈത്രയാത്ര. സംവിധായകൻ TS സുരേഷ് ബാബു നമ്മളോടൊപ്പം. സർ നമസ്കാരം. നമസ്കാരം. 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു സിനിമാ രംഗത്ത്. ആയി. എന്ത് തോന്നുന്നു സാർ? അതായത് നമ്മൾ ഇതിനകത്തൊരു ഇൻവോൾവായി, അത് ഇഷ്ടപ്പെട്ട് വന്നു. കാരണം തുടക്കത്തിൽ എനിക്കൊരു സിനിമയിലേക്ക് വരണമെന്ന് ഒരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഞങ്ങളൊരു സിനിമാ കുടുംബമാണ്. അച്ഛന് സ്വന്തമായിട്ട് തിയേറ്റർ ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ പല സിനിമ ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനൊരു സിനിമാക്കാരനാകണം എന്ന് മനസ്സിൽ പോലും ഉദ്ദേശിച്ചില്ല. വളരെ ആദൃശ്യമായിട്ടാണ് മെരിലാൻഡിൽ പോവുകയും ചുമ്മാ ഒന്ന് ഷൂട്ടിംഗ് കാണാൻ പോവുകയും അവിടെ എനിക്ക് ഒരു അവസരം കിട്ടുകയും അങ്ങനെ സുബ്രഹ്മണ്യ മുരളിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യുന്നു. ഞാനൊരു 8ാമത്തെ അസിസ്റ്റൻ്റായിട്ടാണ് അന്ന് ശ്രീ മുരുകൻ എന്ന് പറഞ്ഞ ഒരു ചിത്രം, മുരുകൻ്റെ ഒരു ഭക്തിപടം, ഒരു പാട്ടെടുക്കണം, അതിലാണ് ഫസ്റ്റ് ഷൂട്ടിങ്ങിലേക്ക് ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒരു 3-4 പടങ്ങൾ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടി. ആദ്യ പടത്തിൽ 8ാമത്തെ അസിസ്റ്റൻ്റായിരുന്നു, പിന്നെ 4ാമത്തേതായി, പിന്നെ അടുത്തതിന് 2ാമത്തേതായി, അതിൻ്റെ അടുത്ത പടത്തിന് അസോസിയേറ്റ് ഡയറക്ടറായി. അങ്ങനെ 4 പടമാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം വരെ കൂടെ ഉണ്ടായിരുന്നു. ഇത് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശാസ്ത്ര പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ S. കുമാർ, അദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അവിടെ തമ്പി സാർ, ശ്രീമാരൻ തമ്പി സാറ് അവിടുത്തെ ഡയറക്ടറായിട്ട് വരികയും പിന്നെ അദ്ദേഹമായിട്ട് എനിക്ക് കുറേ പടങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പറ്റി. കാരണം ശാസ്ത്രയുടെ പടം ഞാൻ വർക്ക് ചെയ്യും, പ്ലസ് സമയമുള്ളപ്പോഴൊക്കെ ശ്രീമാരൻ തമ്പി സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ശ്രീകുമാരൻ തമ്പി സാർ ഒരു പ്രതിഭയാണ്. മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത് വലിയ ഒരു മുൻദേശീയക്കാരനാണെന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു അത്? അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറയാം. അദ്ദേഹം തികഞ്ഞ ഒരു കലാകാരനാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര അറിവാണ്, ജ്ഞാനമാണ്, മുൻകോപമുണ്ട്, മുൻകോപം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു ഗുണം കിട്ടിയത് പിന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും വർക്കിൽ. കാരണം ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിക്കും, ചെറിയ മിസ്റ്റേക്കിന് വഴക്ക് പറയും, ചെറിയ വഴക്കല്ല ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അതുകൊണ്ട് അതിൻ്റെ അടുത്ത പടം തൊട്ട് ഞാൻ വളരെ കെയറായിരുന്നു, വളരെ കെയറായും വളരെ അത്രയും ശ്രദ്ധ നമ്മൾ കിട്ടി. കാരണം തമ്പി സാറിൻ്റെ ഒരു വഴക്കൊരു സൈഡിൽ, പിന്നെ അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ നമ്മളൊരു ഔട്ട്ഡോർ കംപ്ലീറ്റ് ഷൂട്ടിങ്ങിന് പോയി. കാരണം മെരിലാൻഡ് അന്ന് മിച്ചർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഔട്ട്ഡോർ കവറേജ് കുറവാണ്. ഇദ്ദേഹം വന്നതിന് ശേഷം ആരിഫ്ലെക്സിൽ വന്ന് കംപ്ലീറ്റ് ഔട്ട്ഡോർ ഷൂട്ടിംഗ് കാർഡ് വന്നു, അവിടെ ഡബ്ബിങ് വന്നു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി തമ്പി സാറിൻ്റെ കൂടെ. കാരണം ഒരു ഷോർട്സ് എടുക്കുന്നതിലും എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നാരായണ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ എഡിറ്ററായിരുന്നു, K. നാരായണൻ. ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ബിസിയസ്റ്റും ഏറ്റവും നമ്പർ 1 എഡിറ്ററായിരുന്നു അദ്ദേഹം. അവിടെ എഡിറ്റിങ്ങിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പം മെരിലാൻഡിനും എനിക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടി. കാരണം പലർക്കും കിട്ടാത്തത് അവിടെ പ്രോസസ്സിങ്. കാരണം A to Z എന്താണ് പ്രൊഡക്ഷനിൽ തൊട്ട്, മീൻസ് ചായ കൊടുക്കുന്നത് തൊട്ട് നമ്മുടെ ഫൈനൽ പ്രിൻ്റ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് മെരിലാൻഡിൽ നിന്ന് പഠിക്കാൻ പറ്റി. പ്രോസസ്സിങ്, സൗണ്ട് പ്രോസസ്സിങ്, അതുപോലെ എഡിറ്റിങ്, എല്ലാ കാര്യങ്ങളും സെറ്റ് ഇടുന്നത്, അല്ലെ മേട്ടി എന്ന് പറഞ്ഞ ഡ്രോയിങ്, ഈ ഗ്ലാസ് ഡ്രോയിങ്, കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. തമ്പി സാറിൻ്റെ കൂടെ വന്നപ്പോഴുള്ള ഗുണം ഒത്തിരി ഔട്ട്ഡോർ ഇത് കിട്ടി. പിന്നെ തമ്പി സാറിൻ്റെ കൂടെ വന്നുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത് ഞാനും മമ്മൂക്കയായിട്ടൊരു റിലേഷൻ ഉണ്ടായി. അതായത് ഇപ്പോൾ മുന്നേറ്റം എന്ന പടത്തിലാണ് ആദ്യമായിട്ട് മമ്മൂക്ക 2 ഹീറോസിലൊന്ന് ആയിട്ട് അഭിനയിക്കാൻ വന്നത്. മുന്നേറ്റം പടത്തിൽ ഒന്ന് രതീഷ് ചേട്ടനായിരുന്നു, ഒന്ന് മമ്മൂക്കയായിരുന്നു. ഇവർ മമ്മൂക്കയെ കൊണ്ട് ആദ്യമായിട്ട് ഡബ് ചെയ്യിച്ചത് ഞാനാണ്. അതുവരെ അതിനു മുമ്പ് അദ്ദേഹം ഒരു 3-4 പടം ചെയ്തത് ഓരോരുത്തർ, മണിയന്തിക്കാട്, അങ്ങനെ പല ആൾക്കാരായിരുന്നു അതിന് ഡബ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വൽ വെച്ചിരുന്നത് ഹരിച്ചേട്ടനെ കൊണ്ടാണ് ഡബ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു ആഗ്രഹം സ്വന്തം വോയിസ് എന്ന് വേണമെന്നുള്ള. അപ്പോൾ കംപ്ലീറ്റ് ഈ ഡബ്ബിങ്ങിൻ്റെ ഉത്തരവാദിത്വവും ഫുൾ അറ്റൻഡ് ചെയ്തത് ഞാനാണ്. അന്ന് തമ്പി സാർ ഭയങ്കര തിരക്കാണ്. തമ്പി സാർ അന്ന് ഗാനം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയി. അങ്ങനെ ഞാൻ തമ്പി സാറിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം പെർമിറ്റ് ചെയ്യും, പ്രൊഡ്യൂസർ S. കുമാർ അദ്ദേഹം പെർമിറ്റ് ചെയ്യുകയും ചെയ്ത് അങ്ങനെയാണ് മമ്മൂക്കയുടെ ശബ്ദം ആദ്യമായിട്ട് മുന്നേറ്റത്തിൽ വന്നത്. അത് ഞങ്ങൾ ഒരു 10 ദിവസം ഞാൻ പല ഡബ്ബിങ്ങിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സംസാരിച്ച് പോയി. ഈയിടെ കൂടെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കും 2 മാസത്തിന് മുമ്പ് സംസാരിച്ചപ്പോഴും ഇതിൻ്റെ ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരു ക്രെഡിറ്റ് എനിക്കുണ്ട്, മമ്മൂക്കയെ കൊണ്ട് ആദ്യമായിട്ട് ഓൺ വോയിസ് ഡബ് ചെയ്തു എന്നുള്ള
ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായത് മുന്നേറ്റം തമ്പിസാറ് വഴിയാണ് മമ്മൂക്കായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായത്. അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. അത് എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങനെയായിരുന്നു PG വിശ്വംഭരനിലേക്കുള്ള വരവ്? അതായത് മുന്നേറ്റം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് തമ്പിസാറ് ഈ പറഞ്ഞ പോലെ പുറത്തുള്ള വർക്കുകൾ തമ്പിസാറ് ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ തമ്പിസാറിൻ്റെ കൂടെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ശാസ്ത്രയുടെ അടുത്ത പടം ചെയ്യാൻ വന്നത് PG വിശ്വംഭരൻ അദ്ദേഹമാണ്. ഇത് ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശാസ്ത്ര കമ്പനി അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ കമ്പനിയിൽ പടം ഉള്ളപ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യണം. കാരണം ആ ഒരു S. കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു മകനെ പോലെയാണ് ഞാൻ. അത്രയും സ്വാതന്ത്ര്യവും ഉണ്ട്. എൻ്റെ സ്വന്തം പടം എങ്ങനെ ഡീൽ ചെയ്യാമോ അത്രയും ഒരു എന്താ പറയേണ്ട ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പം നാച്ചുറലി പ്രൊഡക്ഷൻ കമ്പനിയുടെ പടം വന്നപ്പോൾ എനിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ. അത് ഡയറക്റ്റ് ചെയ്യാൻ വന്നത് വിശ്വംഭരൻ ചേട്ടനാണ്, PG വിശ്വംഭരൻ. അപ്പം അവിടെ നിന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ ബന്ധം. ആദ്യം ആദ്യം വേറൊരു സ്റ്റൈലാണ് അദ്ദേഹത്തിന് ടോട്ടലായിട്ട്. പക്ഷേ എന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തൊട്ട് എന്നെ ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്. എൻ്റെ ഒരു വർക്ക് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാനും അത്രയും ഹാർഡ് വർക്കിൽ നിൽക്കും. കാരണം ഡയറക്ടർക്ക്, ഒരു അസോസിയേറ്റ് ഡയറക്ടർക്ക് എന്നുള്ളത്, ഒരു അസോസിയേറ്റ് ഡയറക്ടറെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഡയറക്ടർക്ക് മാക്സിമം സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, അദ്ദേഹത്തിന് മാക്സിമം ജോലി കുറച്ച് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക, ഇതെല്ലാം ക്ലീനായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ എല്ലാ പടത്തിനും ബാബു കൂടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അദ്ദേഹത്തിനൂടെ ഞാൻ വന്നത്. ശാസ്ത്രയുടെ പടവും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് PG അദ്ദേഹത്തിനോട് ഞാൻ 12ഓളം പടം വർക്ക് ചെയ്തു. PG വിശ്വംഭരനോട് 12ഓളം വർക്ക് ചെയ്തു. അതുപോലെ തന്നെ തമ്പിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. വിശ്വംഭരൻ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ആദ്യത്തെ പടം കഴിഞ്ഞ് രണ്ടാമത്തെ പടം തൊട്ട് പിന്നെ മിക്കതും മമ്മൂക്കയാണ് ഹീറോ. മോഹൻലാൽ ജോയിൻ ചെയ്തു. അങ്ങനെ മോഹൻലാലിനെ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അതിൽ മോഡൽ സ്കൂളിൽ പരിചയമുണ്ട്. അന്നോട്ട് പരിചയമുണ്ട്. ഭയങ്കര അടുപ്പമില്ലെങ്കിൽ അന്നോട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഈ പറഞ്ഞ പോലെ മോഹൻലാലായിട്ട് അന്നോട്ട് പരിചയമുണ്ട്. ഞങ്ങൾ ഒരേ സ്ഥലത്ത് വർക്കിന് വന്നു. സന്ധ്യയ്ക്ക് ഉരിഞ്ഞു പോവാണ് മോഹൻലാൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അവിടെ തൊട്ട് മോഹൻലാലുമായിട്ടുള്ള ബന്ധം നല്ല സ്ട്രോങ് ആയി. അപ്പം മമ്മൂക്ക ഒരു സൈഡിൽ, മോഹൻലാൽ ഒരു സൈഡ്, അങ്ങനെ വന്ന് ഒരു 12ഓളം പടം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് 1-2 ഓഫർ വരികയും അതിൽ നിന്നൊന്ന് ഞാൻ സെലക്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ റോയൽ മൂവി മേക്കേഴ്സ് അച്ചുകുഞ്ച് സാറിൻ്റെ ആദ്യ പടം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് ഇത് വന്നപ്പോൾ ഞാൻ ആദ്യം മമ്മൂക്കയുടെയാണ് ചോദിച്ചത്. മമ്മൂക്ക ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട്, ചെയ്യണോ? ഇപ്പോൾ പിന്നെന്ത്, നമ്മളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ നസീർ സാറിനെ ഹീറോ ആക്ക്, ഞാൻ മോഹൻലാലൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ ഇല്ല മമ്മൂക്ക, ഞാൻ ശങ്കറിനെ ഹീറോ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടൊരു പടമാണ്, മമ്മൂക്കയും ലാലും സപ്പോർട്ട് ചെയ്തതെന്നാണ്. അങ്ങനെ പുള്ളി എന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ പടം നടന്നത് ഇതാ ഇന്ന് മുതൽ. അതിൽ സുരേഷ് ബാബു എന്നുള്ളൊരു പേരല്ലായിരുന്നു, റെജി എന്നുള്ളൊരു പേരിലായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു? അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുമ്പോൾ എല്ലാത്തിനും സുരേഷ് ബാബു എന്ന് ഇട്ടിരുന്നു. അപ്പോൾ അവർ ഒരു ന്യൂമറോളജി ഒക്കെ നോക്കുന്ന ആളാണ് അച്ചുകുഞ്ച് സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നോക്കുന്ന ഒരു ന്യൂമറോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ സുരേഷ് ബാബു എന്നുള്ള മാത്രം പേര് അങ്ങോട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എടുക്കൂല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരുന്നു. എന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ഈ ഒരു നമ്മുടെ KG ജോർജ് സാറിൻ്റെ ഗോപിച്ചേട്ടൻ ചെയ്തൊരു പടത്തിൽ ലേഖയുടെ മരണ ഒരു ഫ്ലാഷ് ബാക്ക്, അതിൻ്റെ ഡയറക്ടറെ പേരിട്ടിരിക്കുന്ന സുരേഷ് ബാബു എന്നാണ്. അപ്പോൾ അതും ഒരു എല്ലാം കൂടെ കൺഫ്യൂഷൻ മാത്രമല്ല, അതൊരു അറം പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ അതിൻ്റെ ഒരു ജീവിതമൊക്കെ ഒരു കുഴയുന്ന ഒരു ഡയറക്ടറായിട്ടാണ് അത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ നോക്കിയിട്ട് പറഞ്ഞത് വേണ്ട, സുരേഷ് ബാബു എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നോക്കിയിട്ട് വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ വിളിച്ചുകൊണ്ടിരുന്ന പേരെടുത്ത് രജി എന്ന് പറഞ്ഞ് അതിനകത്ത് ഇട്ടത്. അത് വിഷയം ഇട്ടത് പലർക്കും അത് അങ്ങോട്ട് ക്യാച്ചിങ് ആയില്ല. കാരണം എല്ലാവരും എന്നെ ബാബു വിളിച്ചു, സുരേഷ് ബാബു വിളിച്ചു. പെട്ടെന്ന് വന്നപ്പോൾ ഒരു മാറ്റം അവർക്ക് അംഗീകരിക്കാൻ പെട്ടെന്ന് ഒരു മാനസികമായിട്ട് ഒരു അംഗീകരിക്കാൻ പറ്റിയില്ല. ഒരു 2 പടത്തിന് അങ്ങനെ ഞാൻ പേരിട്ടു. പിന്നെ രണ്ടാമത് മണിസാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പൊന്നുംകുടത്തിന് പെട്ടു. 3ാമത്തെ പടത്തിനാണ് സുരേഷ് ബാബു എന്ന് ഇട്ടത്. പിന്നെ എല്ലാവരും നോക്കി വന്നപ്പോഴത്തേക്കും നമ്മൾ ന്യൂമറോളജി പ്രകാരം TS കൂടെ എനിക്ക് നീഷിലുണ്ട്, പക്ഷെ അന്ന് അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ TS സുരേഷ് ബാബു ഇട്ടപ്പോഴും നമുക്ക് രാശി പൊരുത്തം കറക്റ്റായി. അങ്ങനെ കോട്ടയം കുഞ്ഞച്ചലാണ് TS സുരേഷ് ബാബു ആദ്യമായി ഇടുകയും അത് ഭയങ്കരമായിട്ട് നമുക്ക് ക്ലിക്കാവുകയും ഒരു ഐശ്വര്യമായിട്ട് മാറുകയും ലക്കി നെയിമായി. ഇപ്പം TS വളരെ എൻ്റെ പേര് വിളിക്കാൻ മടിക്കുന്നവർ TS മാത്രം വിളിക്കുന്നതാണ്. മറ്റേ സുരേഷ് ചേട്ടാന്ന് വിളിക്കും, വളരെ അടുപ്പമുള്ളൊരു ബാബു എന്ന് വിളിക്കും. ഇപ്പോൾ അല്ലാതെ എനിക്ക് പേരെടുത്ത് വിളിക്കാൻ ഇന്നെ ചിലർക്കുണ്ടല്ലോ, ചിലർക്ക് പേരും വിളിക്കാൻ പറ്റൂല, എന്നാൽ സാറെന്ന് വിളിക്കാം, അങ്ങനെ അവർക്ക് TS അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പ്രേം നസീർ, ശങ്കർ, മോഹൻലാൽ, മമ്മൂട്ടി രതീഷ് തുടങ്ങി എല്ലാവരോടൊപ്പം എല്ലാവരെയും സംവിധാനം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.
എങ്ങനെ തോന്നുന്നു ഇവരെല്ലാവരെയും കൂടെ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ? ആദ്യം തന്നെ പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആദ്യത്തെ പടത്തിൽ തന്നെ മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഗോപി, മമ്മൂക്ക, മോഹൻലാൽ, ശങ്കർ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നസീർ സാറിൻ്റെ ഒരു ഷോട്ട്, മൗസാറിൻ്റെ ഒരു ഷോട്ട്, ബാലേന്ദ്രൻ മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട്, സീമയുടെ ഷോട്ട്, സീമയുടെ ഈ മേനകയുടെ ഷോട്ടൊക്കെ ഞാനത് യൂസ് ചെയ്യാൻ പറ്റി. ഓരോ ഷോട്ട് ലൈവ് ഷോട്ടാണത്. അത് കഴിഞ്ഞ് അടുത്ത പടമാണ് നസീർ സാറിൻ്റെ പ്രോജക്റ്റിലേക്ക് പോയത്. അത് സാറിനെ കൊണ്ട് ചെന്ന് സംസാരിക്കുകയും അധികം ചെയ്യാമെന്ന് പറയും. അങ്ങനെയാണ് നസീർ സാറ്, നെടുമുടി വേണു, ശങ്കർ, രതീഷ്, അങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റ്, ശോഭന ഒക്കെ വെച്ചിട്ടൊരു പ്രോജക്റ്റിലേക്ക് പോയത്. പിന്നെ അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ പൊന്നുംകുടത്തിന് പൊട്ടെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ, മുകേഷ്, ജഗദീഷ്, ശങ്കറൊക്കെ, നെടുമുടി ചേട്ടനൊക്കെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റിലേക്ക് പോയത്. പിന്നെ നാലാമത്തെ പടം ശംഖുനാദം. അത് മമ്മൂക്ക, രതീഷ്, സുരേഷ് ഗോപി, പിന്നെ അതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇന്നസെൻ്റ് ഏട്ടൻ, ജഗതി ശ്രീമാർ, പപ്പുവേട്ടൻ, മാളച്ചേട്ടൻ തുടങ്ങി ഓൾമോസ്റ്റ് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ വന്നു. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഏറ്റവും നസീർ സാറിനെ വെച്ച് ചെയ്യുക. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മധുസാറിൻ്റെ കൂടെ ഒരു പടം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നടൻ മധു. അദ്ദേഹം എന്നെ വലിയ കാര്യവും പിന്നെ അദ്ദേഹത്തിനോട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇവിടെ തിരക്കായി. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ നസീർ സാറ്, മധു സാറ്, സോമേട്ടൻ, സുഹുവേട്ടൻ, ജയൻ ചേട്ടനോട് ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നപ്പോൾ വർക്ക് ചെയ്തു. പിന്നെ മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഗോപി, മുകേഷ്, ശ്രീനിവാസൻ, ഈ പറഞ്ഞ പോലെ രതീഷ് ചേട്ടൻ, ജയറാം, അങ്ങനെ എൻ്റെ ഒടുവിൽ മമ്മൂട്ടിയുടെ അനന്തരവനം വരെ എത്തി. ഏറ്റവും നസീർ സാറിനെ വെച്ച് ഷൂട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസിനെ വെച്ച് ഷൂട്ട് ചെയ്തു. നസീർ സാർ ചെയ്തത് ഒരു നാൾ ഇന്നൊരു നാൾ. അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് ചെയ്ത് കന്യാകുമാരി എക്സ്പ്രസ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് കടമ്പറ്റ് തീർത്തുന്ന ഒരു സീരിയൽ ചെയ്തു, അതിലൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തു. പിന്നെ ഈ ഉപ്പുകണ്ടം പ്രദേശ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന പടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ, ഷാനവാസിന്റെ മകൻ അഭിനയിച്ചു. ഇനിയിപ്പോ ഷാനവാസിന്റെ മകനെ വെച്ച് ഞാൻ ഒരു പടത്തിൽ ക്യാരക്ടർ ഇടും. അത് അധികം ആർക്കും കിട്ടാത്തൊരു വലിയ ഭാഗ്യമാണ്. ആർക്കും കിട്ടില്ല. അതൊരു ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു രസം വെച്ചാൽ മമ്മൂക്കയുടെ സഹോദരങ്ങൾ എല്ലാവരും എൻ്റെ കയ്യിൽ ഓരോ വർക്കിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ലാസ്റ്റ് വന്ന് അനന്തരവൻ വന്നിട്ട് ഇപ്പൊ എന്റെ DNA വന്ന് ഹീറോ ആയിട്ട് അഭിനയിച്ചു. മമ്മൂക്കയുടെ എല്ലാ സഹോദരങ്ങളും എൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദുൽഖറിനോടൊപ്പം മാത്രം ചെയ്തിട്ടില്ല. എങ്ങനെ? ദുൽഖറിനോട് ചെയ്തിട്ടില്ല. ദുൽഖർ ഞാനായിട്ട് നല്ല അടുപ്പവും ചെറിയ വയസ്സ് തൊട്ട് വിമാനത്ത് ഇവിടെ വരുമ്പോഴും മിക്കവാറും എൻ്റെ കൂടെ മമ്മൂക്ക എൻ്റെ കൂടെ വിടും. അങ്ങനെ ഞങ്ങൾ കാസറ്റ് എടുക്കാൻ ഭീമാപ്പള്ളി പോകും, കാസറ്റ് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഗൗരി വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോസ് ഉണ്ട്, അവിടെ പോയി പടങ്ങൾ സെലക്ട് ചെയ്യും. കോമഡി പടങ്ങളാണ് ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ അന്നോട്ടുള്ളൊരു ബന്ധം കിടപ്പുണ്ട്. അത് മമ്മൂക്കയുടെ എല്ലാ ഗ്രൂപ്പായിട്ടും മമ്മൂക്കയുടെ ഒരു ഫാമിലി ആയിട്ട് തന്നെ അങ്ങനെ ഒരു ബന്ധം അങ്ങ് കിടപ്പുണ്ട്. അല്ലെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു കുറേ നാള് വളർത്തിയത് നോക്കിയത് എൻ്റെ അമ്മയാണ്, സുരേഷ് ഗോപിയെ. അപ്പൊ ചെറിയ വയസ്സോട്ട് ഞങ്ങൾ കളിച്ചു കിടന്ന് അത് എൻ്റെ അച്ഛൻ സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ട് ഫ്രണ്ടാണ്, എൻ്റെ അമ്മ സുരേഷ് ഗോപിയുടെ അമ്മയായിട്ട് ഫ്രണ്ടാണ്. ഇങ്ങനെ ഒരു മാരേജ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരേ ദിവസമായിരുന്നു മാരേജ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ കല്യാണവും സുരേഷിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം ഒരു ദിവസമായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ വിരുന്നുകാരിൽ കൊടുത്ത്. ചെറിയ വയസ്സ് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇപ്പോഴും അടുപ്പം നിലനിർത്തുന്നു. എപ്പോഴും അത് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിൽ ഭയങ്കര സ്വാതന്ത്ര്യമായിട്ട് അമ്മയുടെ അത്ര സ്വാതന്ത്ര്യമാണ്. അമ്മ മുലപ്പാൽ കൊടുത്ത് വളർത്തിയാണ് സുരേഷ് ഗോപി. അങ്ങനെ ഒരു ബന്ധവും കൂടെ സുരേഷായിട്ടുണ്ട്. അത് സിനിമ വിട്ടിട്ടുള്ള ബന്ധമാണ്. അവരെ സുരേഷിന്റെ സഹോദരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ പോലെ തന്നെയാണ്. അതേപോലെ തന്നെ സുരേഷ് എൻ്റെ സഹോദരങ്ങളെ കാണുന്നത് അതുപോലെയാണ്. സുരേഷിന്റെ ഒരു പ്രദേശമാരിയാണ്. അത്ര അടുപ്പം വേറെ കിടപ്പുണ്ട്. പക്ഷേ ഒരു സംശയം എന്ന് വെച്ചാൽ DNA, അതുപോലെ ഉപ്പുകണ്ടം പ്രദേശ്, ഇതുപോലുള്ള സിനിമകൾ, കിഴക്കൻ പത്രോസ്, കോട്ടയം കുഞ്ഞച്ചൻ എടുത്ത ഒരാൾ തന്നെ മാന്യന്മാർ പോലെ ഒരു പക്ക കോമഡി എടുക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കുന്നു? കാരണം പല സംവിധായകരും അവരൊരു കാറ്റഗറി ചെയ്യപ്പെട്ട ആൾക്കാരാണ്. ഒരു ആക്ഷൻ സിനിമയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആക്ഷൻ സിനിമ ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് ഇത്ര കോമഡിയെ പ്രതീക്ഷിക്കാവൂ എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, മാന്യന്മാർ പക്ക കോമഡിയായിരുന്നു. അതെങ്ങനെ വെച്ചാൽ ഒന്നത് എൻ്റെ മിക്ക പടത്തിലും ക്യാരക്ടേഴ്സ് കോമഡി വയ്ക്കാറുണ്ട്. ഇപ്പോൾ ജഗദീഷ് ശ്രീമാൻ്റെ ആയാലും ശരി, ഒരു പർട്ടിക്കുലർ ട്രാക്ക്. ഇപ്പോൾ അതിൽ നന്നായിട്ട് സക്സസ് ആയത് കോട്ടയം കൊച്ചിലെ ഒരു കോമഡി ട്രാക്ക്, ഉപ്പുകണ്ടത്തിലെ കോമഡി ട്രാക്ക്, കൂടിക്കാഴ്ചയിലേക്ക് ഇങ്ങനെ കോമഡി ട്രാക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് വരും. ഇത് ആക്ച്വലി നമ്മൾ ഈ കോട്ടയം കൊച്ചൻ കഴിഞ്ഞ് ഭയങ്കര ഹിറ്റായി, കൂടിക്കാഴ്ച കഴിഞ്ഞ് ഹിറ്റായി. അപ്പോൾ അടുത്ത മമ്മൂക്കയുടെ സ്ക്രിപ്റ്റിന് ഞങ്ങൾ ഇരിക്കുകയാണ്. അതൊന്നൊരു അരയൻ പത്രോസ് എന്നായിരുന്നു, അതിൽ വലിയൊരു കഥയുണ്ട്. പിന്നെ കിഴക്കൻ പത്രോസായി. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിൻ്റെ ഇവ ഡെന്നീസ് എന്നെ വിളിച്ച് പറഞ്ഞു ഒരു നല്ലൊരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാബു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10ാമത്തെ ദിവസം 7 ദിവസം കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തരാം, 10ാമത്തെ ദിവസം ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാം എന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് ഭയങ്കര ഓവർ പ്രഷറാണ്, എല്ലാ സൈഡിൽ നിന്ന് പടം ചെയ്യണം. മമ്മൂക്കയുടെ തന്നെ പടങ്ങൾ വന്ന് കിടപ്പുണ്ട്, വേറെ പടങ്ങൾ വന്ന് കിടപ്പുണ്ട്. ഇതിനിടയ്ക്ക് ഗുഡ് നൈറ്റിൻ്റെ ഒരു പടം, മോഹൻലാലിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വന്നിങ്ങനെ കിടപ്പുണ്ട്.
അപ്പം ഈ പുള്ളി കാരണം സ്ക്രിപ്റ്റാണ് മെയിൻ. അടൂർ ഡെന്നിസ് ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് വേറെ സബ്ജക്റ്റുകൾ നോക്കുന്നുണ്ട്. അന്ന് മാരുതി പിക്ചേഴ്സിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് കൊടിക്കാഴ്ച ഹിറ്റായി. അപ്പോൾ അവർക്ക് അടുത്ത പടം ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. കിഴക്കൻ പത്രോസ് അവർക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ഡെന്നിസ് എന്നോട് പറഞ്ഞു 7 ദിവസത്തിനകത്ത് ഒരു സ്ക്രിപ്റ്റ് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെന്നിസിൻ്റെ വീട്ടിൽ പോവുകയും ഡെന്നിസ് ഈ ഒരു സബ്ജക്റ്റ് എൻ്റെ ഫ്രെയിം പറയുകയും ചെയ്തു. നമ്മൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആരംഭിച്ചത്. 7 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് തന്നു. ഏറ്റവും രസം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ മൺലൈൻ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ട് ഒരു 10ാമത്തെ ദിവസമോ 15ാമത്തെ ദിവസമോ അതിൻ്റെ ഷൂട്ടിംഗ് പോയി. കാരണം എല്ലാവരും വിളിച്ചു പറഞ്ഞവരൊക്കെ എല്ലാവരും റെഡിയാണ്. അങ്ങനെ ശ്രീനിവാസൻ, മുകേഷ്, ജഗദീഷ് തൊട്ട് ഒരു വൻ താരനിരയുള്ള രമ്യ കൃഷ്ണനാണ് അതിൻ്റെ നായിക. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രോജക്റ്റാണ്. ഒരു 21-22 ദിവസം കൊണ്ട് പടം തീർന്നു. അത് ഏറ്റവും രസം, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പടം സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞ നാർഗോവിൽ ചെന്നൈ പോയിട്ട് തിരിച്ച് കറങ്ങി തിരുവനന്തപുരം വന്നിടത്താണ് ആ പടം തീരുന്നത്. ഒരു ട്രാവലോഗ് പോലെയാണ്, പ്ലസ് ആക്ഷൻ പ്ലസ് ഈ പറഞ്ഞ പോലെ തമിഴ്നാട്, അങ്ങനെ ഒരു ആണ്. പക്ഷെ അതന്ന് ഒത്തു വന്നു ആ പടം. ചിലത് അങ്ങനെ സംഭവിക്കും, അതിൽ അങ്ങനെ വന്നതാണ്. ഈ മമ്മൂട്ടിയെ കൊണ്ട് ഇത്രയും മനോഹരമായി കോമഡി ചെയ്യാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോട്ടയം കുഞ്ഞച്ചൽ അദ്ദേഹം അത്രയ്ക്കും നന്നായി ചെയ്തു. എങ്ങനെ കഴിഞ്ഞു ഇത്? കാരണം മമ്മൂട്ടിയെ കുറിച്ച് ഒരു ധാരണ എങ്ങനെയായിരുന്നു? അതായത് ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനും ഡെന്നീസായിട്ടിരുന്നപ്പോൾ ഒരു വെറൈറ്റി സബ്ജക്റ്റ് വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡെന്നീസിനോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ന് ഞാനൊരു വളരെ ആവറേജായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ഒരു വലിയൊരു പ്രോജക്റ്റ് എടുത്ത് വലിയ കോസ്റ്റ്ലി പ്രോജക്റ്റ് ഇത് വെച്ചാൽ ചിലപ്പോൾ മുമ്പോട്ട് പോകത്തില്ല. അപ്പം മമ്മൂക്ക റെഡിയാണ്, അല്ലെങ്കിൽ ഡേറ്റ് തരാൻ റെഡിയാണ്. അപ്പോൾ ഡെന്നീസായിട്ട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ സംഘം. അപ്പോൾ അന്നിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംഘമായി ഒരു പടം കിട്ടിയാൽ നന്നായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഈ കോട്ടയം കൊച്ചിലേക്ക് ഇത് പോയത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഞാൻ ഫുൾ ടൈം കൂടെ ഇരുന്നു ഡെന്നീസിൻ്റെ കൂടെ. കാരണം ഇരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിക്കണം, പള്ളി കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഡെന്നീസിലൂടെ പോയി പള്ളിയിൽ പോവുക, ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക, ഓരോ കാര്യങ്ങളും ഡെന്നീസ് പറയും ഇങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡെന്നീസിനെ പറ്റി ഡീറ്റെയിൽ അറിയാലോ. അങ്ങനെ ഇത് ഞാൻ ഫുൾ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ ഈ ഫുൾ സ്ക്രിപ്റ്റ് ആക്കിയതിന് ശേഷം ഇത് ഫുൾ റെക്കോർഡ് ചെയ്തു. പിന്നെ ഈ മമ്മൂക്കയിൽ സ്ക്രിപ്റ്റ് കൊടുത്തത്. പക്ഷെ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചത് മമ്മൂക്കയുടെ വൈഫാണ്, ബാബിയാണ്. കാരണം അവരെ കൊണ്ട് കൊടുത്തു. അവർക്ക് നമ്മളൊരു ഫാമിലി വരാൻ ഒരു അഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിത് കൊണ്ടുകൊടുത്തു. ആദ്യം മമ്മൂക്കയില്ല, മമ്മൂക്ക ഇങ്ങനെ ബോംബെ പോയിരിക്കുകയാണ്. പുള്ളിക്കാരത്തി അത് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അന്ന് രാത്രി മമ്മൂക്ക ബോംബെയിൽ നിന്ന് വിളിക്കണം. സ്ക്രിപ്റ്റ് വീട്ടിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞ് വരും, ഞാൻ വായിച്ചോളാം, ബാക്കിയുള്ള കാര്യങ്ങൾ നീങ്ങാം, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് ഒരു 3ാമത്തെ ദിവസം വിളിക്കുന്ന ബാബിയാണ് വിളിക്കണം, മമ്മൂക്കയുടെ വൈഫാണ് വിളിക്കണം. വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് വായിച്ചു, മനോഹരമായിരിക്കണം, ഇത് ഷുവർ ഹിറ്റാണ് സുരേഷ് എന്ന് പറഞ്ഞു. അത് ഉടനെ തന്നെ ഡെന്നീസിനെയും വിളിച്ച് പറഞ്ഞു. കാരണം മമ്മൂക്ക വന്ന് വായിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിനകത്തേക്ക് പോയത്. പക്ഷെ മമ്മൂക്ക ടോട്ടലി ഇതിനെ അങ്ങോട്ട് ഒരു അബ്സോർവ് ചെയ്തു. കാരണം അതിൻ്റെ ഒരു സ്ലാങ് വേറെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മോശമാകാത്തൊരു കോമഡിയും വേണം. കാരണം മമ്മൂക്ക അതുവരെ ചെയ്ത കോമഡി എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങ് എന്ന് പ്രേക്ഷകർ പറഞ്ഞു. നമുക്കല്ല, ആർട്ടിസ്റ്റ് വൈസ് പുള്ളി എന്ത് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും, എന്ത് വേണമെങ്കിൽ അതിനകത്തേക്ക് ഇൻവോൾവ് ആവും. പക്ഷെ ഈ പറഞ്ഞ ഇങ്ങനൊരു സാധനം അതിനകത്തേക്ക് ടോട്ടൽ വന്നു, എന്താ ഒരു ലിമിറ്റേഷനും വേണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു സാധനം സെറ്റ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്ന വേറൊരു വലിയൊരു ഒരു പ്രശ്നം തലവേദന എൻ്റെ മുമ്പിൽ കിടന്നു വെച്ചാൽ, ഒന്ന് തൊട്ട് മുമ്പേ അരോമ എടുത്ത പടം എന്ന് പറഞ്ഞാൽ ഒരു പടം എടുത്തു, നന്ദി വീണ്ടും വരിക. അത് ഫുൾ കോമഡി ബേസ്ഡ് എടുത്തതാണ്. അതിൽ മമ്മൂക്കയാണ് ഹീറോ, ശ്രീനേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാന്തരം കോമഡി സബ്ജക്റ്റ് ആണ് അത്. അറിയാം അത് മമ്മൂക്കയെ കൊണ്ട് മാക്സിമം കോമഡി ഡയറക്ടർ വിഷമം ചെയ്യേണ്ടതാണ്, മാക്സിമം എടുത്തു വെച്ചിട്ടുണ്ട് പടം. പക്ഷേ അത് ആ നാളുകളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വന്നു, കോമഡി മമ്മൂക്ക ചെയ്തത് കൊണ്ട് എന്നുള്ള രീതിയിൽ വന്നു. അത് അരോമയാണ്. അത് കഴിഞ്ഞ് തൊട്ട് വരണ പടം എൻ്റെ പടമാണ്. അപ്പോൾ കോമഡി എന്ന് കേട്ടപ്പോൾ ആദ്യം പുള്ളിക്കാരൻ സബ്ജക്റ്റ് അറിയില്ല, ഇങ്ങനെ ഒരു റൗഡി ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ചെയ്തു. കുറെ കഴിഞ്ഞ് മൂവ് ചെയ്തപ്പോൾ കോമഡി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു അകവാളായി. അദ്ദേഹം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ പറയാണ്, കോമഡി ചെയ്യിക്കില്ല കേട്ടാ, മമ്മൂട്ടി കോമഡി ചെയ്താൽ പോകത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇനി എന്ത് ചെയ്താലും പോകില്ല. കഴിഞ്ഞ അറിയാമല്ലോ ശ്രീനിവാസൻ, PG വിശ്വംഭരൻ, ഇവരെല്ലാവരും ചെയ്തിട്ട് ആ പടം ഓടിയിട്ടില്ല. ഇത് ഇങ്ങനെയാണ്. നമ്മൾ ഇല്ല സാർ, ഞാൻ ഒരു വിധം ചെയ്യിച്ചെടുക്കും. ഇല്ല, പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി. ഉടനെ ചുനക്കര ചേട്ടനോടൊക്കെ പറഞ്ഞു ഇത് ഓടൂല കേട്ടാ ഈ പടം, ഇത് കാരണം മമ്മൂട്ടിയോടെ കോമഡിയാണ് ചെയ്യുന്നത്, ഞാൻ അറിഞ്ഞില്ല ഫുൾ കോമഡിയാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ചുനക്കര ചേട്ടൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് ഒന്നാമത്തെ എല്ലാ പടമായിട്ട് കമ്പയർ ചെയ്യരുത്. ഒന്ന് ഡെന്നിസ് ജോസഫ് സ്ക്രിപ്റ്റ് എഴുതുന്നു, പിന്നെ ബാബുവിന് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾ, പിന്നെ മമ്മൂക്ക അത്ര ഇൻവോൾവ് ആയിരിക്കുന്നു. ആ പടം ഓടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഓടിക്കൂടായികയില്ല.
അങ്ങനെ ഒന്ന് പറഞ്ഞ് ഒരുവിധം കൺവിൻസ് ചെയ്ത് ചുനക്കരച്ചേട്ടനാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ പടം അവിടെ വെച്ച് നിന്ന് പോയേനെ. കാരണം മമ്മൂക്കയുടെ കോടി അദ്ദേഹം അങ്ങനെ സെറ്റിലൊന്നും വരാറില്ല. മക്കൾക്കും വന്നിട്ട് അത്രയും ഈ പറഞ്ഞ പോലെ ഇത് കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ ആയിരുന്നു തോന്നിയത്. പക്ഷെ മമ്മൂക്ക ഫുൾ അങ്ങോട്ട് ഇൻവോൾവ് ആയിരുന്നു, ഓവർ ആക്കാതെ. മീൻസ് ആ ഒരു ലിമിറ്റിൽ നിന്ന് എന്നാൽ രസകരമായിട്ട് ചെയ്യുകയും നല്ല ഡയലോഗ്സ് ഒക്കെ വന്ന് ഇപ്പോൾ ടോട്ടൽ വന്നപ്പോൾ ആ പടം നന്നായി. പടം കണ്ടിട്ട് മണി സാറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മൊത്തം പടം കണ്ട് പ്രിവ്യൂ കണ്ടിട്ട് മണി എൻ്റെ പറഞ്ഞു ഇത് പോകത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ പറഞ്ഞു ഇതൊരു ആഴ്ചത്തെ പടമാണ്, അരോമയുടെ ആയതുകൊണ്ട് ഒരു 10 ദിവസം ഓടിക്കാം എന്ന് പറഞ്ഞ് പുള്ളി എല്ലായിടത്തും 2 ആഴ്ച ഡേറ്റ് വിളിച്ചു പറഞ്ഞു. 2 ആഴ്ചയാണ് ഞങ്ങളുടെ പടം, വേറെ പടം ഞങ്ങൾ വേറെ തരാം എന്ന് പറഞ്ഞ് എല്ലായിടത്തും 2 ആഴ്ച ഡേറ്റ് എടുത്തോളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ പറഞ്ഞു അത് ചുനക്കരച്ചെന്നെ വിളിച്ചു, പടം ആവറേജ് ഉള്ളൂ കാര്യങ്ങളെന്ന് പറഞ്ഞു. പക്ഷെ പടം തിയേറ്റർ വന്നപ്പോഴത്തേക്കും പുള്ളിയെ കൈവിട്ടു. പിന്നെ പുള്ളി തന്നെ എല്ലാ തിയേറ്ററിലും വിളിച്ച് പറഞ്ഞു 50 ദിവസം ഓടിച്ചേർന്നേ 100 ദിവസം ഓടിച്ചേർന്നേ എല്ലാവരും ഓടിച്ചു കൊടുത്തു. അങ്ങനെ ഇത്രയും മനോഹരമായി മമ്മൂട്ടിയെ കൊണ്ട് കോമഡി മറ്റൊരു സിനിമയിൽ ഇതുവരെയും അതിന് മുമ്പും ശേഷവും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഞാൻ ചെയ്യിച്ചതല്ല, എല്ലാം ഒത്തു വരുന്നതാണ്. ഒന്നാമത്തെ മമ്മൂക്ക അത്രയും ഇൻവോൾവ് ആണ്. പിന്നെ എന്താ കോട്ടയം സ്ലാങ് പുള്ളിക്ക് നന്നായിട്ട് അറിയാം, ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ടോട്ടൽ പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ കൊടുത്താൽ അതെന്താണെന്ന് ഉൾക്കൊണ്ട് അതിലേക്ക് ഇൻവോൾവ് ആവാൻ പുള്ളിക്കാരന് പറ്റും. കാരണം ഞാനൊരു മുണ്ട് വേണം നമുക്ക് ഒരു ജുബ്ബ എന്ന് പറഞ്ഞു വെച്ചോളൂ. തിരിച്ച് സെറ്റിൽ വന്നിട്ട് എൻ്റെ പറയും ബാബു ഞാൻ ഷോള് കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് പറയാമെന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഇങ്ങനെ കറക്റ്റ് മടക്കാതെ ഒരു ലൂസായിട്ട് ഇട്ടാണ് ഒരു സാധനം കൊണ്ടുവന്ന് നോക്ക് ബാബു എന്ന് പറഞ്ഞാൽ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച പുള്ളിയാണ്. കൂളിംഗ് ഗ്ലാസും ഈ തുണ്ട് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് പറഞ്ഞു, നല്ലതാണെങ്കിൽ വെച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റേക്കാന്ന് പറഞ്ഞു. ഞാൻ കിടക്കട്ടെ മമ്മൂക്കാന്ന് പറഞ്ഞു, കിടക്കട്ടെന്ന് പറഞ്ഞു. കാരണം വാച്ച് ഞാൻ പറഞ്ഞു ഈ വാച്ച് മാറ്റരുന്നു, പുള്ളിയുടെ ഏറ്റവും കോസ്റ്റ്ലി വാച്ചാണ്, അതുകൊണ്ട് ഇട്ട് ഞാൻ ഫൈറ്റ് ചെയ്യിപ്പിച്ചു, എല്ലാം ചെയ്യിച്ചു. ഇപ്പം പിന്നെ മാറ്റി. ഇപ്പം ഞാൻ ഒരു വർക്ക് കഴിഞ്ഞ ശേഷം പിന്നെ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ഇതും വാച്ച് ഇൻക്ലൂഡിങ് വാച്ച് അടക്കം ഞാൻ പ്രൊഡക്ഷനിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റൈല് അത്രയും ഇൻവോൾവ് ആയിരുന്നു. ആ ഒരു രീതിക്ക് നമ്മളത് വർക്ക് ചെയ്തെടുത്തു. മമ്മൂട്ടിക്ക് കൊടുത്ത ഒരു ഹിറ്റ് മോഹൻലാലിന് സാധിച്ചിട്ടില്ല, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിനിമ സംഭവിക്കാത്തത്? അതായത് മോഹൻലാലും മമ്മൂക്കയും ഞാനായിട്ട് നല്ല ബന്ധം, മോഹൻലാലും ഞാനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പം കണ്ടാൽ സുരേഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഒരു 3-4 പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അന്ന് ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ്റെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. രണ്ടാമത് വിക്രമാദിത്യൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് പക്ക ഫുൾ തീർത്താണ്, അത് അരോമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. നല്ല രസമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും എനിക്ക് സങ്കടം വന്ന കാർത്തിക തിരുനാൾ കാർത്തികേയൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കിട്ടി. ലാലിനോട് പറയും, ഞാൻ 4 സബ്ജക്റ്റായിട്ടാണ് അന്ന് ലാലിനെ അപ്രോച്ച് ചെയ്തത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ലാലെ എനിക്കൊരു 2 മണിക്കൂർ കഥ കേൾക്കണം, ഞാൻ ഫ്രെയിമേ പറയുള്ളൂ, 4 കഥയുണ്ട്, ഇതിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ അത് ഞാൻ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ലാല് ഓക്കെ എന്ന് പറഞ്ഞ് ലാല് 3 മണിക്കൂർ സമയം ഇരുന്ന് കംപ്ലീറ്റ് കഥ കേട്ടു. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തതാണ് കാർത്തികേയൻ. അപ്പോൾ ആന്റണി പറഞ്ഞു ഈ പടം ചേട്ടാ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്വാൻസ്. അപ്പോൾ പെട്ടി തുറക്കുകയാണ്. ഞാൻ പറഞ്ഞു ആന്റണി ഞാൻ ഒരു പ്രൊഡ്യൂസറൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, പുള്ളിക്കാരനെ ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ, അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പ്രത്യേകിച്ച് മോഹൻലാലിനും ആന്റണി പെരുമാറിനും പടം ചെയ്തു തരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഓൾറെഡി ഒരാളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്മിറ്റ് ചെയ്തു. കാരണം ഒരു ബലമില്ലാതെ ഞാൻ നിങ്ങളെ എങ്ങനെ കാണാൻ വരുന്നത്, ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു ഹീറോ ഞാൻ എങ്ങനെ കാണാൻ വരുന്നത്. അതുകൊണ്ട് ഓൾറെഡി ഞാൻ ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നും അദ്ദേഹത്തിനെ വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് ആ പടം വേണം, കമ്പൽസറി വേണം, ഞാൻ ലാൽ സാറിന് ഉടനെ അഡ്വാൻസ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ലാലിനോടും ആന്റണിയോടും പറയണു. അവർ പിന്നെ ഞാൻ കമ്മിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് അവർ ഓക്കെ പറയണം. അങ്ങനെ ഈ ഒരു മോഹൻലാലിന് അഡ്വാൻസ് കൊടുക്കുന്നു, കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു, ലൊക്കേഷൻ നോക്കുന്നു, കാര്യങ്ങളൊക്കെ നീങ്ങി ഒക്കെ വന്ന്. പക്ഷേ ഇത് ഈ പടം ഞാൻ പുള്ളിക്കാരനായിട്ട് ഡിസ്കസ് ചെയ്യും. ഈ പടം ലാലിനോട് പറഞ്ഞ ഒരു 25 പറഞ്ഞെങ്കിൽ ഇത് 200 അങ്ങ് വളരുന്നു. ഓപ്പണിങ് സീക്വൻസ് കാരണം എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞ് പ്രൊഡ്യൂസർ നിൽക്കുകയാണ്. നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ പുറത്ത് അത്രയും കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റ് അങ്ങ് വലുതാക്കി, കാരണം ഒരു ബ്രഹ്മാണ്ഡ സബ്ജക്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൊത്തം വലുതാക്കി. കാരണം എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞു പോന്നാലും നമുക്ക് ആ പടം നമുക്ക് വർക്കൗട്ട് ആവും. മോഹൻലാലുണ്ട്, ഞാൻ മമ്മൂക്കയുടെ ഒരു 5 ദിവസം ഗസ്റ്റ് പറഞ്ഞിരുന്നു, ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ശ്രീനിവാസൻ, യേശുദാസ് ഒരു ക്യാരക്ടർ, ദാസേട്ട ഒരു ക്യാരക്ടർ, ആ 5 നായികമാര്, ഭയങ്കര രസമുള്ള സബ്ജക്റ്റ്. എന്തുകൊണ്ടാണ് സംഭവിച്ചില്ല? അത് സംഭവിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്ക് അന്ന് പുള്ളിക്ക് ഫാമിലി പരമായ കുറേ പ്രശ്നം ഉണ്ടായി. കുറച്ച് അത് ഇഷ്യൂ, അത് ഈ പറഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ അത് അവർ കവറപ്പ് ചെയ്യാനായിട്ട്, കാരണം അവർ പറഞ്ഞു സ്ക്രിപ്റ്റ് മോശം, അതുകൊണ്ട് ലാൽ സാറ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പരത്തി. അത് എനിക്ക് വളരെ മാനസികമായിട്ട് വിഷമമുണ്ടായി. മോഹൻലാൽ എല്ലാവരോടും പറയുന്നുണ്ട്, കാരണം ജഗദീഷ് സാക്ഷിയാണ് നടൻ. ജഗദീഷിനോട് ലാൽ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആയിരുന്നു, അത് നമ്മളെ തുടക്കത്തിലായിരുന്നു നമ്മൾ ചെയ്തു പോയേരെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആന്റണിക്ക് ചെയ്യുന്നതിൻ്റെ മുകളിലായിപ്പോയി ഇപ്പോൾ പടം. മനസ്സിലായത് അവർക്കൊരു ഏതാണ്ട് ഉണ്ടല്ലോ ഒരു വലിയ പടം, പക്ഷെ അതിൻ്റെയൊക്കെ ഒത്തിരി മുകളിലായിപ്പോയി ബഡ്ജറ്റിങ്ങിൽ ഈ പടം നിന്നത്.
അത് ഈ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ആക്ച്വലി അങ്ങേർക്ക് പ്രോബ്ലം ഇല്ലായിരുന്നെങ്കിൽ ആ പടം സംഭവിച്ചേനെ. അങ്ങേര് കോസ്റ്റ് നോക്കുന്ന ഒരാളല്ല. പക്ഷെ ഒരു എന്താ പറയുക നടക്കാതെയായി. അതെ അതെ അതിപ്പോ ആരെ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് നമ്മ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കണം. നമുക്ക് അതിനുള്ള ഒരു യോഗം വന്നില്ല. മോഹൻലാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. മോഹൻലാൽ എനിക്ക് പറഞ്ഞ 60 ദിവസം ഡേറ്റ് പറഞ്ഞു. ഞാനൊരു 50 ദിവസം ഡേറ്റ് പറഞ്ഞു. മോഹൻലാൽ 60 ദിവസം ഡേറ്റ് ഇട്ടുണ്ട്. സുരേഷ് വേണമെങ്കിൽ ഒരു 10-15 ദിവസം കൂടെ ഞാൻ തരാം, നമുക്കിത് ഓണപ്പടമായിട്ട് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓണപ്പടം ഇതാണ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ ഓണപ്പടം ആകുമ്പോൾ എങ്ങനെ ഇരിക്കണം ആ പടം, ആ രീതിയിൽ മൂവ് ചെയ്തു. പക്ഷേ ഇന്ന് ആ സ്ക്രിപ്റ്റിന് ഒരു പ്രസക്തി ഇല്ലാതായി പോകും. ഇനി ആ സ്ക്രിപ്റ്റിൽ നിന്ന് കുറെ കണ്ടന്റ് എടുക്കാം, അല്ലാതെ ടോട്ടാലിറ്റി അത് അന്നത്തെ കാലഘട്ടം അതുകൊണ്ട് അതിൻ്റെ പല കണ്ടന്റും ഇപ്പോഴും വന്നിട്ടില്ല. അതിൻ്റെ പല സംഭവങ്ങളും ഇപ്പോഴും, അതായത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 20 വർഷമായി പ്ലാൻ ചെയ്തിട്ട്. ആ 20 വർഷമായിട്ടും അതിൽ നിന്ന് ഒരു കണ്ടന്റ് പോലും, ചില സാധനങ്ങൾ മാത്രം ഇങ്ങനെ ഒരു ഡാമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് അതിനകത്ത്. അതിപ്പോ ഈ ലിംഗ എന്ന് പറഞ്ഞ രജനീകാന്തിന്റെ പടത്തിലോ അങ്ങനെയൊക്കെ വന്നല്ലാതെ അതിന്റെ മെയിൻ കണ്ടന്റ് ഇന്നും വന്നിട്ടില്ല. അപ്പൊ ഞാനത് മനസ്സിലിട്ടിട്ടുണ്ട്. എന്തായാലും മോഹൻലാൽ ഞാനായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് ഉടനെയാണ്. ഞാൻ ലാലിനോട് ഓൾറെഡി രണ്ട് പ്രോജക്റ്റ് ഉണ്ട്. ലാലെ എന്ന് പറഞ്ഞ് ലാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. ഉടനെ മമ്മൂക്കയുടെ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാം. മമ്മൂക്കയുടെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ കോട്ടയം കുഞ്ഞച്ചന്റെ 2ാം ഭാഗം ആയിരിക്കും. ഒട്ടുമല്ല. കാരണം കോട്ടയം കുഞ്ഞച്ചൻ, അതായത് ഈ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഏതാണ്ട് ഒരു സാദൃശ്യമുള്ള പടമാണ് കിഴക്കൻ പത്രോസ്. ആക്ച്വലി കോട്ടയം കുഞ്ഞച്ചൻ കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്ത പടം അരയൻ പത്രോസ് എന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. മമ്മൂക്ക ഒരു മുക്കുവനായിട്ടൊക്കെ വരുന്ന സാധനം കംപ്ലീറ്റ് മൂവ് ചെയ്ത് എല്ലാം സെറ്റ് ആയപ്പോഴാണ് ഇവർ അമരം കയറി അനൗൺസ് ചെയ്തത്. അപ്പൊ പിന്നെ 2 അരയന്മാർ വന്ന ഉണ്ടാവും. അപ്പൊ എനിക്ക് പിന്നെയും അത് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ഒരു കണ്ടന്റ് എടുത്ത് നമ്മൾ കിഴക്കൻ പത്രോസ് ചെയ്തു. അപ്പൊ എന്ത് പ്രശ്നം, ഞാൻ കിഴക്കൻ പത്രോസിന്റെ ക്യാരക്ടറും കോട്ടയം കൊച്ചിന്റെ ക്യാരക്ടർ ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. ഏതാണ്ട് ഒരു മുണ്ട് ഉപയോഗിക്കിട്ട് ഒരു അപ്പൊ ഞാൻ അതിനകത്ത് പുതുമയാണ് ഇനി ഉണ്ടാക്കാനിരിക്കണം. ഇനി കോട്ടയം കൊച്ചൻ 2 ചെയ്യാമായിരുന്നു. അത് ഒരു 5 വർഷത്തിനകത്ത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 10 വർഷത്തിനകത്ത് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാവാമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മമ്മൂക്കടക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഏത് ഡയറക്ടറെ വെച്ചും ഏത് റൈറ്ററെ വെച്ചും ചെയ്തോളാൻ മമ്മൂക്കട പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആരെ വെച്ച് വേണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ മമ്മൂക്കട ഈയിടെയും പറഞ്ഞു, ഈ പറഞ്ഞാൽ ആദ്യം 1-2 അറ്റംപ്റ്റ് ഒക്കെ നടത്തി. എനിക്ക് എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെന്നീസ് ജോസഫിന് അത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു എഴുതാനായിട്ട്. അവസാനം എൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഡെന്നീസ് ജോസഫും രഞ്ജി പണിക്കറും കൂടെ ഇരുന്നു 2 മാസം. പിന്നെ ഒരു തിരക്കഥ ഡെന്നീസ് ജോസഫ്, സംഭാഷണം രഞ്ജി പണിക്കർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ചില പടങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പൊ കായൽ സാമ്പ്രാട്ട് എന്നൊരു പടം അനൗൺസ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തിട്ട്. അത് നമ്മുടെ മുരുക്കൻ കായൽ. അത് ഇടയ്ക്ക് ഈ പറഞ്ഞ നമ്മുടെ സ്റ്റാലിൻ സിവാസിന്റെ തൊട്ടു മുമ്പാണ്. അപ്പൊ ഇങ്ങനെ പ്ലാൻ, എനിക്ക് സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഭീമൻ രഘു ഒരു ദിവസം വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ രഘുചേട്ടൻ ഞാൻ മമ്മൂക്കയ്ക്ക് കൊണ്ട് ഒരു സബ്ജക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനൊരു സാധനം അടുത്ത ആഴ്ച കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ര സീരിയസ് ആക്കിയില്ല. ശരി, അടുത്ത ആഴ്ച പുള്ളിക്കാരനെ പറഞ്ഞു കുറേ പേപ്പർ കട്ടിങ്സും 2 ബുക്കും കൊണ്ടാണ് വന്നത്. കായൽ രാജാവ് എന്നൊരു ബുക്കും ഒരേ ഒരു ഫയൽ നിറച്ച് പേപ്പർ കട്ടിങ്സ് ആയിട്ട് വന്നു. ഇത് നമ്മുടെ ആലപ്പുഴയിലൊരു മുരുക്കനെ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ കേട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ അറിയില്ല, ഇത് മുഴുവൻ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വായിച്ചിരുന്നു. വായിച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിനെ നമുക്ക് ഒരു സിനിമ ആക്കാം എന്ന് പ്ലാൻ ചെയ്തു. കാരണം ഒരു വേറെ രീതിയിൽ. അങ്ങനെ ഞാനൊരു സിനിമാറ്റിക് രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ നേരെ വിളിച്ചു പറഞ്ഞൊരു വലിയ വൈഡ് സാധനമുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് പറഞ്ഞൊരു കാര്യം, എൻ്റെ കഥ കംപ്ലീറ്റ് ദാമോദരൻ മാസ്റ്റർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു, ദാമോദരൻ മാസ്റ്ററിൻ്റെ കഥ കംപ്ലീറ്റ് ഞാൻ ഫോം ചെയ്തു തരാം. തിരക്കഥ ഡെന്നിസ് ജോസഫ്, സംഭാഷണം രഞ്ജി പണിക്കർ. ഇങ്ങനെ അനൗൺസ് ചെയ്യാനുള്ള കാര്യം സെറ്റപ്പായി. മമ്മൂക്ക 3 ക്യാരക്ടർ, അച്ഛൻ, ഒരു മകൻ, ഒരു കളക്ടർ, പിന്നെ ഒരു ഗുണ്ടായിട്ട് കിടക്കുന്ന ഒരുത്തൻ. നല്ല രസമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ മമ്മൂക്ക വിളിച്ചു പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക ഒരു ദിവസം ഒന്ന് ഫോട്ടോഷൂട്ട് നടത്തി. ഈ പഴയ ഈ പാളത്തൊപ്പിയൊക്കെ വെച്ച്, പിന്നെ ഇപ്പുറത്ത് സൂട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി. ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിത് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ഡീറ്റെയിലേക്ക് പോകണം. അപ്പോഴാണ് ഒരു പാർട്ടി എന്നോട് പറഞ്ഞ് വർക്കില്ല, ഒന്ന് ഏതെങ്കിലും എന്നെ ഇൻവോൾവ് ആക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറ്റത്തില്ല, എനിക്കൊരു വലിയ ഒരു പടം ചെയ്യാനിരിക്കുകയാണ്. അതിന് എനിക്ക് ആ നാട്ടുകാരെ പറ്റി അറിയാം, ആ സംഭവങ്ങൾ അറിയാം, അത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു തരട്ടോ എന്ന് ചോദിച്ചു. ഇയാൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ പുള്ളിയുടെ കൊടുത്തു. അങ്ങനെ പുള്ളി ഒരു 2 മാസം സമയം ചോദിച്ചു. ശരി ആയിക്കോ എന്ന് പറഞ്ഞ് ഇരുന്നെല്ലാം കഴിഞ്ഞ് അവസാനം ഫൈനൽ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞു താമര മാഷ കാണാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് എൻ്റെ കഥയാണ്, എൻ്റെ സബ്ജക്റ്റാണ്, ഞാൻ ആ നാട്ടുകാരനല്ലേ, ഞാനിത് തരൂല. പെട്ടെന്ന് ഞാനിവിടെ അനൗൺസ് ചെയ്തു, കായൽ സാമ്രാട്ടെന്ന് അനൗൺസ് ചെയ്തു. ഇനി ഒരു പ്രശ്നമില്ല, അത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എന്തോ എനിക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ അതിനകത്തൊരു തടയിട്ടാൽ ആ പടം നന്നാവില്ല.
അതെ, ആദ്യം തുടക്കത്തിൽ തന്നെ ആ കല്ലുകടി കല്ലുകടിയാവും. എന്നിട്ട് അത് പലരും സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു പടം പ്ലാൻ ചെയ്ത് പിന്നെ പെട്ടെന്ന് അതിൻ്റെ പ്രൊഡ്യൂസറെ മാറ്റി അപ്പുറത്ത് മാറ്റി ഇപ്പുറത്ത് മാറ്റി കൊടുത്താൽ ആ പടം നന്നാവില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡാണോ? കാരണം ഇതുവരെ ഒരു വിവാദങ്ങളിലും താങ്കളുടെ പേര് ഉയർന്നു കേട്ടിട്ടില്ല. അതായത് പോട്ടെ വിട്ടുകളയാം എന്നുള്ളൊരു ചിന്തയാണോ ഇങ്ങനെ ഒരു വിവാദങ്ങളിൽ പെടാതെ ഇവിടെ അങ്ങനെയല്ല. എത്തിയത്? എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ. കാരണം ഒരാളെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു കാര്യവും പണ്ട് തൊട്ട് ഞാൻ ചെയ്യാറില്ല. ഒരുത്തൻ്റെ നിന്ന് നമ്മൾ പിടിച്ച് വാങ്ങിക്കാൻ അങ്ങനെ ചെയ്യത്തില്ല. എത്രയോ ഞാൻ കാരണം എത്ര സിനിമകൾ നടന്നിട്ടുണ്ട്. എൻ്റെ പ്രൊഡ്യൂസറെ തന്നെ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഉം. എൻ്റെ പ്രൊഡ്യൂസർ അതൊന്നും ഞാൻ പറയാത്ത കാര്യമാണ്. എൻ്റെ പ്രൊഡ്യൂസറെ തന്നെ കൊടുത്തിട്ട് പല പടങ്ങളും നടന്നിട്ടുണ്ട്. എത്രയോ പടങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കാരണം നടന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞതല്ല. മമ്മൂക്കയുടെ ഞാൻ 2 ഡേറ്റ് വാങ്ങിച്ച് വേറെ കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ 2 ഡേറ്റ് വാങ്ങിച്ച് വേറെ 2 പടങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ 2 പ്രൊഡ്യൂസർമാരെ ഇത് ശരി നിങ്ങൾ ഇത് പടം ചെയ്യും, ഇതിൻ്റെ അടുത്ത ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ചിലത് എനിക്കറിയാം ആ പടം കഴിഞ്ഞാൽ നമ്മുടെ പടമേ നടക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെ ഞാൻ 2 പ്രൊഡ്യൂസർമാരെ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം. പക്ഷെ അത് നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്കത് ആവശ്യമില്ലാത്ത വിവാദം വേണ്ട. കാരണം നമുക്ക് വരേണ്ടത് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. എനിക്കെന്ത് കിട്ടണം, അല്ലെ എനിക്കെന്ത് ദൈവം എഴുതി വെച്ചിരിക്കണം മാത്രമേ വരത്തുള്ളൂ. ഞാൻ ഒരാളെ പിടിച്ചു പറിച്ചാൽ നന്നാവില്ല. ഇവിടെ പിടിച്ചു പറിച്ചവരും പലരുടെ പുറത്ത് അസൂയ ഉണ്ടാക്കിയവരും പലരെയും ചവിട്ടിത്താക്കാൻ നോക്കിയവരൊക്കെ ഇപ്പോൾ എവിടെ? പുറത്തൊരു തരി പോലുമില്ല, ഒന്നുമില്ല. ഇപ്പോഴെങ്കിലും എനിക്ക് മമ്മൂക്കയുടെ മുമ്പിൽ ചെന്ന് ഡേറ്റ് ചോദിക്കാം, മോഹൻലാലിൻ്റെ മുമ്പിൽ ചെന്ന് ഡേറ്റ് ചോദിക്കാം, സുരേഷ് ഗോപിയുടെ മുമ്പിൽ ചെന്ന് ഡേറ്റ് ചോദിക്കാം. ഒരു പ്രശ്നമില്ല. അവർ തയ്യാറാണ് എൻ്റെ പടം ചെയ്യാനായിട്ട്. ദുൽഖറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ദുൽഖർ ഡെഫിനറ്റായിട്ട് ദുൽഖർ എൻ്റെ പടം ചെയ്യാൻ നിൽക്കും. പൃഥ്വിരാജിൻ്റെ ചെന്ന് കാരണം സുഖമായിട്ട് ഞാനായിട്ട് ഭീകര കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന പടവും എൻ്റെ ശിബിരമാണ്. അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ സുരേഷ് ഞാൻ ഫ്രീ ആണ് കേട്ടോ, ഈ പറഞ്ഞ പോലെ ഞാൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഇറങ്ങി ഞാൻ ഫ്രീ ആണ് ചേട്ടാ വന്നോ അടുത്ത മാസം. ഞാൻ പുള്ളി ഡേറ്റ് ചോദിക്കുകയല്ല. 25 ഷൂട്ടാണ്, ഇതിൽ 25 ദിവസവും വരും. ഞാൻ പറഞ്ഞ മല്ലിയ ചേച്ചി വീട്ടിൽ മല്ലിയ ചേച്ചി മാത്രമേ ഉള്ളൂ, ചേച്ചിയെ കൂടെ കൊണ്ടാകും. 10-25 ദിവസം നമ്മുടെ സെറ്റിൽ കാണും. 20 ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ സെറ്റിൽ കാണും. അത്രയും അടുപ്പമാണ്. പൃഥ്വിരാജിനും ഇതറിയാം, ഇന്ദ്രജിത്തിനും ഇതറിയാം. അപ്പോൾ എനിക്ക് പൃഥ്വിരാജ് ഒരു പടം ചെയ്യാൻ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവനെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്, സംഭവമുണ്ട്, കേട്ടു നോക്ക്. ഇഷ്ടപ്പെട്ട ബുധനെ എപ്പോൾ ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. ഒരു സിനിമാ മാസികയിൽ പോലും ഒരു ചെറിയ കുളത്തിൽ പോലും താങ്കളുടെ പേര് ഒരു വിവാദം എന്നുള്ള നിലയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. വിവാദത്തിൻ്റെ കാര്യമില്ലല്ലോ. എന്തിനാണ് നമുക്ക് കിട്ടേണ്ടത്? നമ്മൾ ചെയ്താൽ മതിയല്ലോ. വേറൊരുത്തൻ്റെ പിടിച്ചു പറിക്കാൻ പോവുകയും അവനെ ദ്രോഹിക്കുകയും അവനെ കുറ്റം പറയുകയും കാര്യങ്ങൾ ചെയ്ത് പിള്ളേ വിവാദം ഉണ്ടാകത്തുള്ളൂ. വിവാദം എവിടെയാണ് ഉണ്ടാവണത്? വേറൊരു കാര്യത്തിന് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ തലയിടുമ്പോഴല്ലേ വിവാദം ഉണ്ടാകും. ഞാൻ പോകുന്നില്ല എന്ന്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിനിമ ചെയ്യുന്നു, എൻ്റെ ഇത് ഡിസ്കസ് ചെയ്യുന്നു, എൻ്റെ സിനിമ കാണുന്നു. അല്ലാത്ത ഏറ്റവും എനിക്കിഷ്ടം എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ലോകത്ത് എവിടെ സിനിമ കഴിഞ്ഞാൽ നേരെ വീട് രാവിലെ അമ്പലത്തിൽ പോവുക, വേണ്ടപ്പെട്ട ഒരു അത്യാവശ്യം ഫോൺ ചെയ്യണം ചെയ്യുക. വളരെ ആൾക്കാർ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ട് ബാക്കി എല്ലാ ദിവസവും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഫോണിൽ സംസാരിക്കുക. കാരണം ഒരു ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർമാരും എൻ്റെ ട്രിവാൻഡ്രത്തില്ല, എല്ലാവരും എറണാകുളവും അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് അങ്ങനെ മീറ്റ് ചെയ്യും. ഇല്ലാത്തപ്പോൾ എല്ലാ ദിവസവും ഫോണിൽ കൂടെ ഞാൻ സംസാരിക്കും. അവരായിട്ട് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. ഇപ്പോഴും ഇന്നും വൈകുന്നേരം വിളിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പം നമ്മൾ എന്തിനാണ് വിവാദത്തിൽ പോണത്? ഈ പറഞ്ഞാൽ വേറെ തന്നെ പിടിച്ചു പറിക്കുമ്പോഴല്ലേ നമുക്ക് വിവാദത്തിന്റെ കാര്യം. എനിക്ക് വേണ്ട അങ്ങനെ ആരുടെയും. എനിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ പ്രോജക്റ്റ് നീങ്ങുന്നു. ഒരാളെ ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. മമ്മൂക്ക ഈ പടം ചെയ്തേ പറ്റുള്ളൂ, ഞാൻ പറയത്തേ ഇല്ല. ഞാൻ ഒന്ന് ഫോഴ്സ് ചെയ്താൽ പുള്ളി ചെയ്യും. പക്ഷെ അങ്ങനെ ആവശ്യമില്ല. എന്തിനാ അതങ്ങനെ? അവർക്കും ഇവിടെ ഫുൾ എൻ്റെ ഒരു പടം ചെയ്യുമ്പോൾ അവർക്കും ഫുൾ സാറ്റിസ്ഫൈഡ് ആവണം. അവരെക്കൂടെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് നോക്കുന്നത്. കാരണം ഒരു പ്രോജക്റ്റ് ഞാൻ കൊണ്ട് ചെല്ലുമ്പോൾ മമ്മൂക്ക് ദോഷം വരരുത് ഈ പ്രോജക്റ്റ്. ഞാൻ മമ്മൂക്ക് കണ്ട് എത്ര നാൾ തലകുത്തി പറഞ്ഞിട്ടാണ് ഇപ്പോൾ 2 സബ്ജക്റ്റ് ആയത്. കാരണം എനിക്ക് പോരാ, പുള്ളി വെച്ച് അങ്ങൊരു സബ്ജക്റ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ മുകളിൽ പോകണം. അതിന് മുകളിൽ അതായത് ആൾക്കാർ ഇപ്പം ടി എസ് സുരേഷ് ബാബു മമ്മൂട്ടി ചിത്രം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ കിഴക്കൻ പത്രോസും അതിൻ്റെയൊക്കെ ഒത്തിരി മുകളിൽ പോകണം. കാരണം നമ്മളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും മമ്മൂക്കയ്ക്ക് പേരുദോഷം ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് ചെന്ന് കൊണ്ട് ഞാൻ ചെയ്യത്തില്ല. മോഹൻലാൽ ഒരു പ്രോജക്റ്റ് മോശം സബ്ജക്റ്റ് ഞാൻ കൊണ്ട് ചെയ്യത്തില്ല. കാരണം എത്രയോ നാളായിട്ട് ഞാൻ ലാലിൻ്റെ വർക്ക് ചെയ്ത് ഇപ്പോഴാണ് ഒരു 2 സബ്ജക്റ്റ് റെഡി ആയത്. മമ്മൂക്കയുടെ എത്രയോ സബ്ജക്റ്റ് ചെയ്ത് ഇത് വന്നു. അപ്പോൾ മമ്മൂക്കായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഇടയ്ക്ക് ഞങ്ങൾ ഒരു 6-7 ദിവസം ഇരുന്നു. അപ്പോഴാണ് പുള്ളിയുടെ ഈ റെസ്റ്റ് കാര്യങ്ങളിലേക്ക് വന്നത്. ഞാൻ മമ്മൂക്കയുടെ ഒക്കെ ചലഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, മമ്മൂക്ക ഇതുവരെ ചെയ്യാത്ത 2 വേഷങ്ങളായിട്ടാണ് ഞാൻ വരണമെന്ന് പറഞ്ഞു. മമ്മൂക്ക അത് ഞാൻ എല്ലാ വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ സബ്ജക്റ്റ് കേട്ടോ മമ്മൂക്ക ചെയ്തിട്ടില്ല, അങ്ങനത്തെ 2 ക്യാരക്ടറായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലാലിൻ്റെതും അതുപോലെ തന്നെ. ലാലിൻ്റെതും ഭയങ്കര രസമായിട്ടുള്ള 2 സബ്ജക്റ്റാണ്. അതാണ് ലാലായിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. സുരേഷ് ഗോപി പിന്നെ ഓൾറെഡി എനിക്കൊരു സാധനം ചെയ്താൽ കൊള്ളാമെന്നാണ്. പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഒരു ആഗ്രഹം, ബാബു എന്നെ വെച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യണം. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു അടുപ്പല്ല. അത് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം ബാബുവിന് താങ്കളുടെ ഉപ്പുകണ്ടം ബ്രദേഴ്സിലൊക്കെ ആ ഒരു ക്യാരക്ടർ നമുക്കൊരിക്കലും കോരിത്തെരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ബാബു ആൻ്റണി. അതിനുശേഷം DNA-യിലും അവസാനത്തെ സിനിമയായ DNA-യിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാബു ആൻ്റണിയായിട്ട് ഞാൻ ചോദിക്കാൻ വന്നിരുന്നത് മാനസികമായിട്ട് വളരെ ഐക്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
അതായത് എനിക്ക് സിനിമ വിട്ടിട്ട് കുറേ ആൾക്കാരായിട്ട് ചില സിനിമ അല്ലാതെ കുറച്ച് ബന്ധം സിനിമയിൽ ആൾക്കാരായിട്ടുണ്ട്. അതിലൊന്ന് ബാബു തന്നെയാണ്. കാരണം ബാബു ഇപ്പോൾ വന്നു, കാരണം അങ്ങനെ ഒരു ജെന്റിൽമാനാണ് ബാബു. കാരണം ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫോണിൽ സംസാരിക്കും. സിനിമയുടെ കാര്യം പറഞ്ഞാൽ 2 മിനിറ്റോ ചിലപ്പോൾ 3 മിനിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്ടം എനിക്കുണ്ട്. പിന്നെ നമ്മുടെ ഒരു പടം പുള്ളിക്കാരൻ ഇപ്പോൾ കൂടിക്കാഴ്ച ഉപ്പുകണ്ടം പ്രദേശാണ് പുള്ളിക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് കൂടിക്കാഴ്ച ഉപ്പുകണ്ടം പ്രദേശത്താണ് ബാബു ആൻഡി എൻ്റെ ഹീറോ ലൈനിൽ ചെയ്തത്. കോട്ടയം കൊച്ചിയിൽ നമ്മൾ ചെയ്തിരുന്നു. കോട്ടയം കൊച്ചിയിൽ ഒരു ക്യാരക്ടർ ബാബുവിൻ്റെ ചെയ്തത് നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറ്റപത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രുവിൻ്റെ ഒരു പടം ഞാൻ കാണാൻ പോയത്. അജന്ത തിയേറ്ററിലായിരുന്നു. ബാബുവിനെ കാണിച്ചു അത്യാവശ്യം നല്ല കയ്യടിയും ബഹളമൊക്കെ ഉണ്ടായി. ഞാൻ വെച്ചത് കൊള്ളാമല്ലോ, ഈ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെൻ്റെ മനസ്സിലിട്ടിരുന്നു. അങ്ങനെ കൂടിക്കാഴ്ച വന്ന സമയത്ത് ഇങ്ങനെ ഒരു 4 ഹീറോസ് വേണം. ജയറാം സെൻട്രൽ ക്യാരക്ടർ, ജഗദീഷ്, പിന്നെ 2 നല്ല സപ്പോർട്ടിങ് ഹീറോസ് വേണം. അപ്പോൾ ഞാൻ വെച്ച് ഞാൻ കൺഫ്യൂഷനായി, സുരേഷ് ഗോപി ഇടണോ അതോ ബാബു ആൻഡി ഇടണോ എന്ന് കൺഫ്യൂഷൻ. കാരണം സുരേഷ് ആയിട്ടുള്ള നമ്മുടെ അടുപ്പം. അപ്പോൾ എഴുതി വെച്ചപ്പോൾ ഒരു കരാട്ടെ മാസ്റ്റർ, കരാട്ടേക്കാരൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈസി ബാബുവിനെ ഇടണമാണ്. അങ്ങനെയാണ് ബാബു അതിനകത്തേക്ക് വന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിലും ഭയങ്കര കൈഡിക്കാരിൽ കിട്ടി കൂടിക്കാഴ്ച. കാരണം ബൈക്കിൽ വരുന്നതും കാര്യങ്ങളും ഇന്നും ബാബു എനിക്ക് അതിൻ്റെ ക്ലിപ്പ് അയച്ചു തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പുകണ്ടം വന്നപ്പോൾ നാച്ചുറലി കാസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു മാനസികമായിട്ടൊരു ഭയങ്കര അടുപ്പമുണ്ട്. പിന്നെ എനിക്ക് ഉപ്പുകണ്ടം കഴിഞ്ഞിട്ട് എനിക്ക് ബാബുവിനെ ഒരു പടം ഇട്ട് ഹീറോ ആയിട്ട് ഇട്ടൊരു പടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ബാബുവിന് കണ്ടമാനം പടങ്ങൾ തിരക്ക് ഇഷ്ടംപോലെ. എനിക്കൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട്, ഞാനായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ട്, എനിക്കും ഉണ്ട്. പക്ഷേ എത്തുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം മമ്മൂക്കായിട്ട് ഭീകര അടുപ്പം. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം 40 വർഷത്തിൻ്റെ മുകളിൽ, 43 വർഷം എന്തോ ആയി. ഞങ്ങൾ മൊത്തം ചെയ്തിരിക്കണം. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ചെയ്തിരിക്കണം 5 പടത്തിലാണ് മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നത്. അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 5 ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ അടുപ്പം എന്ന് പറഞ്ഞാൽ ഭീകര അടുപ്പമാണ്. അതുപോലെ ബാബുവും ഞാനായിട്ട് മിക്ക ദിവസവും ഏത് നാട്ടിലാണെങ്കിലും പുള്ളിക്കാരൻ എന്നെ വിളിക്കും. ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്ന 4-5 പടം വർക്ക് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ മാനസിക ഐക്യം അത് സംഭവിച്ചു പോകുന്നുണ്ട്. അതുപോലെ ജഗദീഷ് ഞാനായിട്ട് നല്ല അടുപ്പമാണ്. കാരണം നമുക്ക് നമ്മുടെ കൂടെ ആ പ്രോജക്റ്റിലൂടെ നിൽക്കുന്ന ആളാണ്. അതിൽ മധു സാറ്, മമ്മൂക്ക, ഇവരൊക്കെ ആയിട്ട് സിനിമയുടെ വിട്ടിട്ടുള്ള ഒരു ബന്ധമാണ്. സിനിമ രണ്ടാമതെയാണ്. ഡെന്നിസ് ജോസഫ് മിക്ക ദിവസവും ഞങ്ങൾ സംസാരിക്കും. സിനിമ എന്നുള്ളത് പിന്നെ സെക്കൻഡറിയാണ്. നമ്മൾ മാനസികമായിട്ടുള്ളൊരു ഐക്യം കാര്യങ്ങൾ അതാണ് നോക്കി പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും അങ്ങനെ. ഇപ്പോൾ സുരേഷ് കുമാർ, മേനക, ചിപ്പി, ഇതൊക്കെ നമ്മുടെ ഒരു സഹോദരിമാരെ പോലെ ആ ഒരു ബന്ധം കിടപ്പുണ്ട്. സിനിമ വിട്ടിട്ടാണ് ഇതൊക്കെ. അങ്ങനെ പല ബന്ധങ്ങളും നമുക്ക് ആ ഒരു അടുപ്പം പലരായിട്ടും ഉണ്ട്.